ഒരുപക്ഷെ അമേരിക്ക കാട്ടിയ ഏറ്റവും വലിയ അബദ്ധം അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുക എന്നതാണ്. ഇറാനിൽ പല ചിന്താഗതിക്കാരുണ്ട്. എപ്പോഴും ഹാർഡ് ലൈനേഴ്സിനല്ല അധികാരം. ഇപ്പോൾ അധികാരം ഒരു മൈൽഡ് പ്രസിഡൻ്റായ ഒരു മിതവാദി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ മസൂദ് പെസഷ്കിയാനെ അല്ലേ ജനം തിരഞ്ഞെടുത്തത്? അമേരിക്കയിലൂടെ ഇസ്രായേൽ ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരും. പരസ്പരം വിശ്വസിക്കാവുന്ന ഉറപ്പുകളിലൂടെ മാത്രമേ ഒരു പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ ഒരുപക്ഷെ അടുത്ത യുദ്ധത്തിന് മുൻപുള്ള താൽക്കാലിക ഇടവേള മാത്രമായിരിക്കുമോ? കാരണം ചർച്ചകൾ ഫലം കണ്ടാലും വെടിനിർത്തൽ പാലിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിയുമോ എന്നതൊക്കെ വീണ്ടും ചിന്തിക്കേണ്ട വിഷയമല്ലേ? ആണവ കരാർ വിഷയത്തിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് അന്ന്, അതായത് ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ഇസ്രയേലിന്റെ വെടിനിർത്തൽ ലംഘനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു അത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും പല കാരണങ്ങൾ പറഞ്ഞ് ഇസ്രയേൽ പലസ്തീനിൽ അക്രമം അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. താങ്കൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ലെബനനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എപ്പോൾ വേണമെങ്കിലും കരാർ ലംഘിക്കപ്പെടാമെന്ന സംശയം ഇപ്പോഴുമില്ലേ? രണ്ടു പക്ഷങ്ങൾ തമ്മിൽ ചർച്ചയിൽ ഏർപ്പെടുന്നു എങ്കിൽ പൂർണ്ണ വിശ്വാസമുണ്ടാവണം. പരസ്പരം അതിനിടയിൽ ആക്രമിക്കും എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സർവ്വ സൈനിക സന്നാഹങ്ങളും ചുറ്റുപാടുമൊരുക്കിക്കൊണ്ട് ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തിയാൽ ഒരിക്കലും പരിസമാപ്തിയിലെത്തില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. അമേരിക്കയുടെ സായുധ വിന്യാസം ഇറാന് ചുറ്റുമുണ്ട്. ഏത് നിമിഷവും വീണ്ടും ഇറാൻ ആക്രമിക്കപ്പെടാം. അങ്ങനെ സമ്മർദ്ദപ്പെടുത്തി ചുറ്റുപാടും തോക്കുകൾ, പീരങ്കികൾ, കപ്പലുകൾ, വിമാനങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു രാജ്യവുമായി പറയുന്നിടത്ത് ഒപ്പിടാൻ വേണ്ടി നടത്തുന്ന ചർച്ചയാണെങ്കിൽ ആ ചർച്ച വിജയിക്കില്ല, കട്ടായം. പക്ഷേ ഇവിടെ വേണ്ടത് എന്താണ്? മുൻകാലങ്ങളിൽ ചർച്ചയിൽ ചില പാളിച്ചകൾ പറ്റി. ചർച്ചകൾ ഒരു സമയം നേടിയെടുക്കാനുള്ള സായുധ സന്നാഹം പൂർണ്ണമായി ഇറാന് ചുറ്റും വിന്യസിക്കാനുള്ള സമയം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനമായിരുന്നു 2006 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടന്ന ചർച്ചകൾ, ആണവ ചർച്ചകൾ എന്ന പേരിൽ. അതേപോലെ തന്നെ 2025 ജൂൺ മാസം അല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടന്ന ആണവ ചർച്ചകൾ, ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് നടന്ന ചർച്ചകളും അമേരിക്കയുടെ അന്തിമമായ ജൂൺ മാസം പകുതിയിൽ ഇറാന് നേരെ നടന്ന ആക്രമണത്തിന് മുൻപുള്ള വഴി ഒരുക്കൽ മാത്രമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. അതുമാത്രമല്ല, സമീപകാല ചരിത്രമുണ്ടല്ലോ. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമായി. പക്ഷേ വെടിനിർത്തലിന് ശേഷവും നിരന്തരമായി ഇസ്രയേലിൻ്റെ പോരാട്ടം, ഇസ്രയേലിൻ്റെ ആക്രമണം ഹമാസിന് നേരെ ഉണ്ട്, ഗാസയിലുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിന്? ഹിസ്ബുള്ളയ്ക്കെതിരെ ഇപ്പോൾ നിരന്തരം അവിടെ വെടിനിർത്തലുണ്ട്. വെടിനിർത്തൽ കരാറായതാണ്. പക്ഷേ ഹിസ്ബുള്ള ആ കരാർ ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഈ കരാറിന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നു. ആക്രമണമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് കരാറുകളുടെ വിശ്വാസ്യത എന്ത് എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ്, ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഇത് വരാൻ പോകുന്ന ചർച്ചകൾ, അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ വിശ്വാസ്യത. ഇവിടെ ഒരു ചെറിയ മാറ്റം വരുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന ലീഡർഷിപ്പിൽ ചെറിയ മാറ്റം വരുന്നു. നേരത്തെ സ്റ്റീവ് വിറ്റ്കോഫും ജാറെഡ് കുഷ്ണറും അമേരിക്കയെ പ്രതിനിധീകരിക്കുകയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഇറാനെ പ്രതിനിധീകരിക്കുകയും ചെയ്തതിന് പകരം അവർ രംഗത്തുണ്ട്. അതോടൊപ്പം അമേരിക്കൻ ഡെലിഗേഷനെ നയിക്കുന്നത് ഒരു മിതവാദി എന്നുകൂടി, ട്രംപിൻ്റെ ക്യാമ്പിലെ, മാഗ ക്യാമ്പിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിരബുദ്ധിയുള്ള ആൾ, മിതവാദി എന്നുകൂടി അറിയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ്. അദ്ദേഹത്തോടൊപ്പം ഒരു ജൂനിയർ റോളിലാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ജാറെഡ് കുഷ്ണർ ആകട്ടെ, സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ, ഇദ്ദേഹത്തെക്കാൾ വൈസ് പ്രസിഡന്റ് JD വാൻസിനേക്കാൾ താഴത്തെ റാങ്കിലാണല്ലോ. അപ്പോൾ JD വാൻസ് നയിക്കുന്നു. JD വാൻസിൻ്റെ ആശയമാണ് അനാവശ്യ യുദ്ധമാണ്, എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നത്. ട്രംപ് ഒരു ഹോക്കിഷ് നിലപാടെടുക്കുമ്പോഴും ഭയപ്പെടുത്തി നിർത്തിയിരുന്ന അമേരിക്കൻ സംവിധാനത്തെ, മാഗ ക്യാമ്പിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർദ്ദിഷ്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും വഴിമാറിപ്പോയി അനാവശ്യ യുദ്ധങ്ങളിലേക്ക് അമേരിക്ക വലിച്ചിഴക്കപ്പെടരുത് എന്ന് പറഞ്ഞിരുന്നയാളാണ് JD വാൻസ്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ അബ്ബാസ് അറാക്ചി ആയിരുന്നു ഇറാൻ്റെ പ്രതിനിധി മുൻ ചർച്ചകളിലെല്ലാം തന്നെ, വിദേശകാര്യമന്ത്രി. അതേസമയം ഇപ്പോഴത്തെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ
ഇറാൻ പാർലമെൻറ്റിൻ്റെ പേരാണ് മജ്ലിസ്. അതിൻ്റെ സ്പീക്കർ അദ്ദേഹവും രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ ഇറാനിൽ ഒരു നേതൃത്വമുണ്ട്, ഇല്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇറാനിൽ നേതൃത്വമുണ്ട്. പരമോന്നത നേതൃത്വമായി മുജ്തബ അലി ഖുമൈനിയുണ്ട്. മുജ്തബ ഖുമൈനിയും അതിശക്തമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അമേരിക്ക കാട്ടിയ ഏറ്റവും വലിയ അബദ്ധം അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുക എന്നതാണ്. ഇറാനിൽ പല ചിന്താഗതിക്കാരുണ്ട്. എപ്പോഴും ഹാർഡ് ലൈനേഴ്സിനല്ല അധികാരം. ഇപ്പോൾ അധികാരം ഒരു മൈൽഡ് പ്രസിഡൻ്റായ ഒരു മിതവാദി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ മസൂദ് പെസഷ്കിയാനെ അല്ലേ ജനം തിരഞ്ഞെടുത്തത്? ഒരു റാഡിക്കൽ ചിന്തയുള്ള ആളുമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ വിജയം ഇറാനിയൻ ജനത തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രീതികളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ അയത്തുള്ള അലി ഖൊമേനിയുടെ അനുമതിയോടെയാണ് രണ്ടുപേരും മത്സരിച്ചതും ഇതിൽ മിതവാദിയായ പെസഷ്കിയാൻ ജയിച്ചു വന്നതും. അപ്പോൾ പെസഷ്കിയാൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് മിതവാദി നേതൃത്വമാണ്. അതേസമയം ഒരു ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്, ക്ലറിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വലിയ സമ്മർദ്ദമുണ്ട്. ഇതിനെയെല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് മിതവാദികളുടെയും തീവ്ര നിലപാടുള്ളവരുടെയും അഭിപ്രായങ്ങളെ സിന്തസൈസ് ചെയ്ത് ഇറാനെ ഒരു ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് അയത്തുള്ള അലി ഖൊമേനിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രൻ മുജ്തബ ഖുമൈനി IRGCയുമായി വളരെ ചേർന്ന് അടുത്ത് പ്രവർത്തിക്കുന്ന IRGCയുടെ സ്വന്തം ആളാണെന്ന് വേണമെങ്കിൽ പറയാം. മതനേതൃത്വത്തിലാണെങ്കിൽ പോലും IRGCയുമായി ബന്ധമുണ്ട്. അപ്പം ഇവിടെ IRGCയാണ് ഇപ്പോൾ കോളിംഗ് ദ ഷോട്ട്സ് എന്ന് പറയാം. അതിൽ മുജ്തബ ഖുമൈനിക്ക് ഒരു വലിയ പങ്കുണ്ട്. കുറച്ചുകൂടി ഹോക്കിഷ് തീവ്ര നിലപാടായി മാറി ഇറാൻ. അതാണ് യുദ്ധം കൊണ്ട് സംഭവിച്ചത്. ഒരു അയത്തുള്ള അലി ഖൊമേനിയെ പൂർണ്ണ മിതവാദി എന്ന് ഞാൻ വിളിക്കില്ല, പക്ഷേ ഒരു മിതവാദികൾക്ക് കൂടി ശബ്ദമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പൂർണ്ണമായ റാഡിക്കൽ ഒരു നിലപാടിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചത് യുദ്ധമാണ്. ഇനി മിതവാദികൾക്ക് കാര്യമായ ട്രാക്ഷൻ ലഭിക്കില്ല. ഇപ്പോൾ യുദ്ധം ഇറാൻ ജനതയ്ക്കെതിരെയാണെന്നൊരു ഇറാൻ്റെ സിവിലൈസേഷനെ തന്നെ തച്ചുമുടിക്കും, ശിലായുഗത്തിലേക്ക് ഇറാനെ പറഞ്ഞയക്കും എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഇറാൻ ജനത ആരോടൊപ്പം നിൽക്കും? തീവ്ര വിഭാഗത്തോടൊപ്പം പോലെ നിൽക്കൂ, മുജ്തബ ഖൊമേനിയുടെ പോലെ നിൽക്കൂ. ആ ഖൊമേനിയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് പോകുന്ന സ്പീക്കർ, ഇറാനിയൻ സ്പീക്കർ. അതുകൊണ്ടൊരു തീവ്ര നിലപാട് ഇറാൻ ഇപ്പോൾ എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരിക്കലും അമേരിക്കയ്ക്ക് അക്സെപ്റ്റബിൾ ആകാത്ത ഹോർമുസിന് മേലുള്ള നിയന്ത്രണം, അതുപോലെ ഈ നഷ്ടപരിഹാരം വേണം, മിസൈലുകൾ നശിപ്പിക്കാൻ തയ്യാറല്ല, ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള നിലപാടുകളിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്ന പരിഹാരം അത്ര എളുപ്പമാവണം എന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയൊക്കെ നടക്കുന്നു, നല്ലതാണ്. JD വാൻസിൻ്റെ ഒരു വലിയ സ്റ്റെബിലൈസിങ് ഫോഴ്സ് അവിടെയുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇന്നലകളിൽ ചെയ്ത ചില അബദ്ധങ്ങൾ അമേരിക്ക ഏറ്റുപറയേണ്ടി വരും. ഇസ്രയേൽ ചില ഉറപ്പുകൾ കൊടുക്കണം. അമേരിക്കയിലൂടെയാവണം ഈ ഉറപ്പുകൾ വെളിയിൽ വരുന്നത്. ഇസ്രയേൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അമേരിക്കയിലൂടെ ഇസ്രയേൽ ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരും. പരസ്പരം വിശ്വസിക്കാവുന്ന ഉറപ്പുകളിലൂടെ മാത്രമേ ഒരു പക്ഷേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. ഒരിക്കൽ കൂടി പറയുന്നു, ശാശ്വതമായ പരിഹാരത്തിന് മേഖലാ ഉത്തരങ്ങളാണ് വേണ്ടത്. ഇറാനിൽ സമാധാനം പുലർന്നുകൊണ്ട് കാര്യമില്ല, ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. പലസ്തീൻ രാജ്യമുണ്ടാകണം, ഇസ്രയേൽ നിലനിൽക്കാൻ കഴിയണം. പരിപൂർണമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാ വിഷയങ്ങളും, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ എല്ലാ വിഷയങ്ങളും, അമേരിക്ക സേനാതാവളങ്ങൾ ഉൾപ്പെടെ അവിടെ എത്രത്തോളം തുടരണം, ഏത് ശക്തിയിൽ തുടരണം, ഇതേക്കുറിച്ചൊക്കെ തീർച്ചമൂർച്ച വരുത്തിയെങ്കിൽ മാത്രമേ ഈ ചർച്ചകൾക്ക് വളരെ പോസിറ്റീവായ പരിസമാപ്തി ഉണ്ടാകൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ മോഹൻ വർഗീസ്, വെടിനിർത്തൽ എന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നില്ല. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ശത്രുതയും അവസാനിപ്പിക്കുന്നില്ല. ഇറാൻ ആധിപത്യം പ്രകടമാക്കി, അതേക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോ ചെയ്തതാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അപകട സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തോടെ. അമേരിക്കയുടെ സൈനികപരമായ പരിധികളും വെളിപ്പെട്ടു. പക്ഷേ ട്രംപ് എന്നിട്ടും വിജയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഈ യുദ്ധം ബാക്കി വെച്ചത് എന്താണ്? വാർ ഹാസ് ബീൻ എൻ ഐ ഓപ്പണർ. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത് പലരുടെയും കണ്ണുകൾ തുറന്നു. ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയേണ്ടി വരും. ഒന്ന്, ലോകരാജ്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചൊരു യുദ്ധമാണ്. ആ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിലും ശ്രദ്ധിച്ചു. എത്ര ശക്തമെങ്കിലും ഒരു രാജ്യത്തിന് അങ്ങ് അകലെ കിടക്കുന്ന മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി കരയുദ്ധത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധത്തിലൂടെ ആക്രമിച്ച് കീഴടക്കാനാവില്ല. വ്യോമ ആധിപത്യം എന്നത് യുദ്ധ വിജയത്തിൻ്റെ ലക്ഷണമല്ല എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് വെളിപ്പെടുത്തി ഈ ഒരു സംഭവം. രണ്ട്, ഈ ഒട്ടകത്തിന്
അറബി മൂക്ക് വയ്ക്കാൻ സ്ഥലം കൊടുക്കുന്ന കഥയിലെ ആ ഒരു മോറൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വളരെ വേദനയോടെ മനസ്സിലാക്കി. അമേരിക്ക എന്ന ഒട്ടകത്തിന് അറബ് രാജ്യങ്ങൾ ടെൻറ്റിൽ മൂക്ക് വയ്ക്കാൻ, തലവെക്കാൻ, മുതുകു വെക്കാൻ, വാല് വെക്കാൻ, ദേഹം മുഴുവൻ വയ്ക്കാൻ അനുവാദം കൊടുത്ത അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നും പരസ്യമായി പറഞ്ഞില്ല എങ്കിലും ഒരു പുനർവിചിന്തനത്തിന് ആത്യന്തികമായി വിധേയപ്പെടാം. അവിടുത്തെ പൊതുജനാഭിപ്രായം, രാജഭരണങ്ങളെങ്കിലും അവിടെയും പൊതുജനാഭിപ്രായങ്ങൾ ഉണ്ടാകാം, വേറിട്ട സ്വരങ്ങൾ ഉണ്ടാവാം. അതിനുള്ള തുടക്കമാണിത്. അതൊരു ഐ ഓപ്പണർ ആണ്. 3, അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് നേടിയെടുക്കാം. നടക്കില്ല. നെയ്റ്റോയുടെ യുദ്ധങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ. ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷമുള്ള അമേരിക്ക നടത്തിയ എല്ലാ യുദ്ധങ്ങളും അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് ഇങ്ങനെ അടങ്ങുന്ന നെയ്റ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ യൂറോപ്യൻ പങ്കാളികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുമായി നിരന്തരം ചർച്ച ചെയ്ത് അവരെ കോൺഫിഡൻസിലെടുത്തുകൊണ്ടാണ് യുദ്ധം നടത്തിയത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തങ്ങളുടെ യുദ്ധമല്ല. അപ്പം അമേരിക്കയ്ക്ക് വൻപൻ വിശ്വാസ തകർച്ചയാണ് നെയ്റ്റോ യൂറോപ്യൻ മേഖലയിൽ ഉണ്ടായത്. അത് ഒരുപക്ഷെ ഒരിക്കലും പരിഹരിക്കാനാവാത്ത രീതിയിൽ വന്നു കഴിഞ്ഞു. ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെടുന്നതിന് മുമ്പ് നെയ്റ്റോയുടെ കൂടെ യുദ്ധമാക്കി ഇത് മാറ്റി എടുത്തിരുന്നെങ്കിൽ ട്രംപിനെ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇവിടെ കൃത്യമായി ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഒറ്റപ്പെട്ടു. വ്യാപാര യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് നടന്ന യുദ്ധമെന്ന നിലയിൽ ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ അമേരിക്കയോടൊപ്പം ആയിരുന്നില്ല. ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു വരണമെന്നും ഇറാൻ പൂർണ്ണമായി പരാജയപ്പെടണമെന്നും ഒരു രാജ്യവും ആത്യന്തികമായി വിശ്വസിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അതൊരു ഐ ഓപ്പണറാണ്. അതുപോലെ റഷ്യയും ചൈനയും കോൺഫിഡൻസിൽ എടുക്കാതെ ഒരു രീതിയിലും ഈ വിഷയം അവസാനിപ്പിക്കാനാവില്ല. അതുകൊണ്ടൊരു കൺസെൻഷ്വൽ അപ്രോച്ചാണ് ഒരുപക്ഷെ G20 അല്ലെങ്കിൽ P5, റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന സമിതികളാണ്. ഇതിൻ്റെയൊക്കെ സഹായമില്ലാതെ അമേരിക്ക ഡിക്റ്റേറ്റഡ് പീസ് ഇവിടെ നടക്കില്ല എന്നതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഉദാഹരണമായി ഇതിനെ കാണാം. ലോട്ട്സ് ഓഫ് ടേക്ക് അവേ. ഒരു മിലിറ്ററി ബൈറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടിയിങ് എനി വിക്ടറി. ഇത് മനസ്സിലാക്കിയ ലോകം. അതുകൊണ്ട് വിതരണാത്മകമായ ലോകക്രമത്തിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പായി യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ വിചാരിക്കും അമേരിക്കയ്ക്ക് എവിടെയും ചെന്ന് വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ എവിടെയും ചെന്ന് ലക്ഷ്യങ്ങൾ നേടി ക്ഷിപ്രസാധ്യമായി തിരിച്ചു പോരാം എന്ന ധാരണ പൊളിഞ്ഞ് പാളീസായി. കൊമ്പ് കുത്തേണ്ടി വന്നില്ലേ, മുട്ടുമടക്കേണ്ടി വന്നില്ലേ, നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വന്നില്ലേ, ബലം പ്രയോഗിച്ച് ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞിടത്തു നിന്ന് നമുക്ക് ചർച്ചയാകാം. അത് ഇറാൻ പറയുന്ന ടേംസിൽ ചർച്ചയാകാം എന്നുകൂടി പറയുമ്പോൾ അമേരിക്കയുടെ ദൗർബല്യം വെളിപ്പെട്ട ഒരു യുദ്ധമാണ് ഇപ്പോൾ ഭാഗികമായിട്ടെങ്കിലും നിർത്തിവെച്ചിരിക്കുന്നത്.